പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജിയേത് താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. നമ്മെ മുഖത്തു നോക്കി സ്തുതിക്കുകയും മാറി നിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഇവരെ ഒരു തരത്തിലും വെച്ച് വാഴിക്കരുത്. കാരണം അവർ മുകളിൽ പരന്നു കിടക്കുന്ന വെണ്ണയോടും അടിയിൽ ഊറി നിറഞ്ഞ വിഷത്തോടും കൂടിയ പാത്രമാണ്. ഒരു വ്യാജ സുഹൃത്തിൻ്റെ നിർവചനമാണ് ഈ വാക്കുകളിലുള്ളത്. ശത്രുക്കൾ പ്രത്യക്ഷമായി എതിർക്കുന്നു, പക്ഷേ കപട സുഹൃത്തുക്കൾ പരോക്ഷമായി നമ്മെ തോൽപ്പിക്കുന്നു. നമ്മോട് ചേർന്നുകൊണ്ട് നമ്മുടെ ക്ഷീണവശങ്ങൾ പഠിച്ചു വയ്ക്കുകയും നാമറിയാതെ നമ്മെ ചൂഷണം ചെയ്യുകയുമാണ് ഇത്തരക്കാരുടെ സ്വഭാവം. ഇങ്ങനെയുള്ള സുഹൃത്തിനെ കഴിയും വേഗം ഒഴിവാക്കുക. അയാൾ നമ്മുടെ അരക്കെട്ടിൽ ഘടിപ്പിച്ച ബോംബ് പോലെയാണ്. ഗുരു ചാണക്യൻ വരച്ചു കാണിക്കുന്ന ഈ ചിത്രം ശരിക്കും ബാധിക്കുന്നത് രാജവംശങ്ങളെയും സമ്പന്ന കുടുംബങ്ങളെയുമാണ്. സാധാരണക്കാർക്ക് ഇത്തരമൊരു അനുഭവം കുറയും. കൊട്ടാരത്തിൽ ചെന്ന് മുഖസ്തുതി പാടി പാരിതോഷികം വാങ്ങി മടങ്ങി വരുമ്പോൾ തന്നെ അയാൾ മന്ത്രിക്കുന്നുണ്ടായിരിക്കും രാജാവ് മഹാവിഡ്ഢിയാണെന്ന്. ഇവിടെ ഒരേ നാവ് തന്നെ രണ്ടു തരത്തിൽ സംസാരിക്കുന്നു. ജോർജ് ഓർവെലിൻ്റെ ഡബിൾ സ്പീക്ക് പോലെ സമുദായത്തിലെ ഒരു മാന്യനായ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക. വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. സ്വന്തം പദ്ധതികളെപ്പറ്റി പൂർണ്ണ വിവരം നൽകാതിരിക്കുക. കാരണം ഇവയോരോന്നും തനിക്കെതിരെ ആയുധങ്ങളായി തിരിച്ചു വരാം. വർത്തമാനകാലത്തിൽ ഇതൊരു സ്ഥാപനമോ അതല്ലെങ്കിൽ മറ്റൊരു ഇടമോ ആയിരിക്കാം. ഇവിടെയും ഇതേ ഉദാഹരണങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം നമുക്ക് ചാണക്യൻ പറഞ്ഞു തരുന്നത് കാണാം. ചാണക്യ ദർശനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.